കേരളത്തിലെ സാധാരണക്കാർ വല്ലാതെ കബളിപ്പിക്കപ്പെടുകയാണോ? കൊട്ടും കുരവയുമായി തുടങ്ങിയ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കുകയാണത്രേ. CPM നേതാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2007 മെയ് 13 സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ടീകോം കമ്പനിയുമായി കേരള സർക്കാർ ഒപ്പുവെച്ച കരാർ റദ്ദാക്കുകയാണ് പോലും. 90,000 പേർക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്താണ് അന്ന് കമ്പനി കൊച്ചിയിൽ കേരള സർക്കാരിൽ നിന്ന് 248 ഏക്കർ സ്വന്തമാക്കിയത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 2016 ഫെബ്രുവരി 20 കമ്പനിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ 6.5 ലക്ഷം ചതുരശ്ര മീറ്റർ IT ടവർ നിർമ്മിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഒന്നും നടന്നില്ല. ഇപ്പോൾ പദ്ധതി അവസാനിപ്പിക്കുകയാണത്രേ. പദ്ധതിക്കാര്യത്തിൽ 8 വർഷമായി കമ്പനി കാര്യമായി ഒന്നും ചെയ്തില്ല. എന്തേ അങ്ങനെയെന്ന് എല്ലാം ശരിയാക്കാമെന്നവർ ചോദിച്ചതുമില്ല. ഇപ്പോൾ പദ്ധതി അവസാനിപ്പിക്കുന്നു. എല്ലാം രഹസ്യമാണ്. ഇത് സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനം പോലും ഉള്ളടക്കം ആർക്കും മനസ്സിലാക്കാത്ത വിധത്തിലാണ് പത്രക്കുറിപ്പായി പ്രസിദ്ധീകരിച്ചത്. സർവകക്ഷി ചർച്ച വരെ നടത്തി തുടങ്ങിയ പദ്ധതിയാണ് ഇങ്ങനെ വളരെ രഹസ്യമായി ഇല്ലാതാക്കുന്നത്. പദ്ധതിയുടെ കരാർ തയ്യാറാക്കുന്നതിൽ 2007 പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച IT വിദഗ്ധൻ ജോസഫ് C. മാത്യു പറയുന്ന അനുസരിച്ച് കരാർ പാലിക്കുന്നതിന് ടീകോം കമ്പനി പരാജയപ്പെട്ടാൽ കേരളത്തിന് നഷ്ടപരിഹാരം തരാൻ അവർ ബാധ്യസ്ഥരാണ്. എന്നിട്ടും അവർക്ക് നഷ്ടപരിഹാരം നൽകി പദ്ധതി അവസാനിപ്പിക്കുന്നതിന് മന്ത്രിസഭ തീരുമാനിക്കുന്നു. അത് തിട്ടപ്പെടുത്താനുള്ള സമിതിയിൽ അവരുടെ MD കൂടി അംഗമാക്കുന്നു. UAE-യുമായുള്ള ബന്ധം വഷളാകാതിരിക്കാനാണ് പോലും ഈ ചതി. അദാനി കമ്പനിയോട് നഷ്ടപരിഹാരം ഈടാക്കാത്തത് ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കാതിരിക്കുന്നതിനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മലയാളികൾ അത് വിശ്വസിക്കോ? വ്യവസായ മന്ത്രി രാജീവ് മലയാളികളെ വല്ലാതെ ചെറുതായി കാണുന്നത് പോലെ. ഈ ഇടപാടുകൾക്ക് പിന്നിൽ ഇനിയും എന്തെല്ലാമോ ഉണ്ട്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാർന്നു. നികുതിദായകരായ നാം വല്ലാതെ കബളിപ്പിക്കപ്പെടുകയാണോ? ടീകോം കമ്പനി ആത്മാർത്ഥതയില്ലാത്ത ഭൂമി കച്ചവടക്കാരാണെന്നാണ് അക്കാലത്ത് VS നടത്തിയ ആക്ഷേപം. പദ്ധതി നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ടീകോം കമ്പനി കരാർ വ്യവസ്ഥ പ്രകാരം കേരള സർക്കാരിന് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. നിർമ്മാതാക്കൾ കരാർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് പകൽ പോലെ വ്യക്തമാകുമ്പോഴും അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങേണ്ട സർക്കാർ അവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാവുകയാണോ? എന്തേ ഇത് സംബന്ധിച്ച നീക്കങ്ങളെല്ലാം രഹസ്യമാക്കി വെക്കുന്നു? കേരളത്തിന്റെ 2 മുൻ മുഖ്യമന്ത്രിമാർ അഭിമാന പദ്ധതിയായി ആരംഭിച്ച സ്മാർട്ട് സിറ്റി അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വായ തുറക്കുന്നില്ല. ടീകോം കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കി ആർക്കാണ് ഈ സ്ഥലം സർക്കാർ നൽകാൻ പോകുന്നത് എന്നതും വിഷയമാണ്. സർക്കാരിന്റെ സ്ഥലക്കച്ചവടം പിണറായി ഗ്രൂപ്പിന്റെ സ്ഥിരം ഏർപ്പാടാണ്. സ്ഥലം വിൽക്കുന്നതിന് മുൻപ് മൂപ്പിറക്കുന്നത് പോലെ ഭരണം മാറും മുൻപ് ചില കച്ചവടങ്ങൾ. 2007 VS മന്ത്രിസഭയുടെ കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്ന മന്ത്രി എളമരം കരീം നടത്തിയ HMT ഭൂമി കച്ചവടം കുപ്രസിദ്ധമാണ്. കേരള സർക്കാർ HMTക്ക് കൊടുത്തതിൽ തിരിച്ചെടുത്ത കൊച്ചിയിലെ 300 ഏക്കറിൽ 75 ഏക്കർ വിപണി വിലയുടെ 1/3 ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സ് എന്ന കമ്പനിക്ക് കൈമാറ്റം ചെയ്യാനുള്ള നീക്കം വിവാദമായി. സർക്കാർ ഭൂമിയുടെ കച്ചവടമാണ് വിഷയമെന്ന് മനസ്സിലായ മുഖ്യമന്ത്രി VS 2007 ജനുവരി 19 നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചില്ല. എന്നിട്ടും മന്ത്രി കരീം ചടങ്ങിൽ പങ്കെടുത്തു. പിന്നാലെ വന്ന ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയും കച്ചവടത്തിൽ ഉറച്ചു നിന്നു. കരീമും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ നിലനിർത്തിയ ബന്ധവും അസൂയപ്പെടുത്തുന്നതായിരുന്നു. ജനാധിപത്യ മുന്നണി കൊട്ടിഘോഷിച്ച HMT ഭൂമി വിവാദത്തെക്കുറിച്ച് പിന്നീട് വന്ന സർക്കാർ ഒന്നും ചെയ്തില്ല. അതെല്ലാവരും ചേർന്ന് സാധാരണക്കാരായ ജനത്തെ വല്ലാതെ കബളിപ്പിക്കുന്നു. ടീകോം കമ്പനിക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര വിഷയവും അവരെ പുറത്താക്കി കൊച്ചിയിലെ 248 ഏക്കർ ആർക്കോ കൊടുക്കാനുള്ള പിണറായിയുടെ നീക്കവും അങ്ങനെ തന്നെ നടക്കും. ന്യായീകരണക്കാർ കളത്തിലിറങ്ങും, പലതും പറയും. സർക്കാർ ഉദ്ദേശിച്ചത് ചെയ്യും, തട്ടിപ്പിന്റെ ഓഹരി സ്വന്തമാക്കും. പുതിയ സർക്കാർ വന്നാലും കൊള്ളമുതൽ പങ്കിട്ട് തൃപ്തിപ്പെടുകയല്ലാതെ ഒന്നും ഉണ്ടാവില്ല.